ഇന്ത്യയിൽ കേരളത്തിൽ മലപ്പുറത്ത് ശരീഅത്ത് നിയമമാണോ ആൾക്കാർ പിന്തുടരുന്നത്? ആണെന്നാണ് സംശയം. കാരണം അറിഞ്ഞല്ലോ, ഒരു 5ാമത്തെ പ്രസവത്തിൽ, വീട്ടിലെ പ്രസവത്തിൽ ഒരു യുവതി മരണപ്പെട്ടിട്ടുണ്ട്. 35 വയസ്സുള്ള അസ്മ അവർ മരണപ്പെട്ടിരിക്കുന്നു. പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു. ലഭിക്കുന്ന വിവരം അവരുടെ ഭർത്താവ് ഈ സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല എന്നാണ്. അതാണ് ഈ ഭർത്താവിനെ കുറിച്ച് ചർച്ച ചെയ്യാനും അദ്ദേഹത്തെ വിമർശിക്കാനും നാം വളർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. അതെ, അതോടൊപ്പം തന്നെ യൂട്യൂബിലൂടെയെല്ലാം അതെ മതവിശ്വാസികൾക്ക് ഉപദേശങ്ങൾ നൽകുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ദൈവവുമായി അടുത്ത് നിൽക്കുന്ന ഒരു മതപണ്ഡിതനെ കുറിച്ച് നാം ഇങ്ങനെ ഒരു ചർച്ച ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ഇപ്പോൾ ഉള്ള സംശയം. പക്ഷെ അതോടൊപ്പം തന്നെ നാം ഈ വിഷയത്തിലേക്ക് വരും മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് ഒരു വാർത്ത കോഴിക്കോട് നിന്നും വന്നിട്ടുണ്ടല്ലോ, പല മാധ്യമങ്ങളിൽ വന്നതാണ്. വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് അവാർഡ് നൽകുന്നു. അങ്ങനെ 10-15 സ്ത്രീകൾ അവിടെ വിളിച്ചു വരുത്തി അവാർഡ് നൽകുകയാണ്. അതിൽ പറയുകയാണ്, 2 ആഴ്ചയായ ഒരു കുട്ടിയുമായി ഞങ്ങളുടെ അവാർഡ് വാങ്ങാൻ വേണ്ടി ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു. ഇത് 4 മാസം മുൻപ് വീട്ടിൽ പ്രസവിച്ചത്, ഇത് 5 മാസം മുമ്പ് വീട്ടിൽ പ്രസവിച്ചത്, ഇത് 1 വർഷം മുൻപ് വീട്ടിൽ പ്രസവിച്ചത്. അങ്ങനെ അവരെ എല്ലാം വിളിച്ച് സ്റ്റേജിൽ വിളിച്ച് അവാർഡ് നൽകുകയാണ്. അന്നേ നാം ആ വിഷയം ഇവിടെ ചർച്ച ചെയ്തതാണ്. അന്നേ നാം പറഞ്ഞതാണ്, വളരെയധികം അപകടമാണ്. ആരോഗ്യ മേഖലയിൽ മുന്നോക്കം നിൽക്കുന്ന നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ട് വാങ്ങിത്തന്ന അതിലേക്കുള്ള കടന്നുകയറ്റമാണ്. ആരോഗ്യ മേഖലയെ തകർക്കുക എന്ന ലക്ഷ്യവുമായി ശരീഅത്ത് നിയമം ഇവിടെ നടപ്പിലാക്കി അതിനെ തകർക്കാനുള്ള ഒരു ശ്രമമാണ്. അന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തവർ കണ്ണു തുറന്ന് കാണുക. ഇപ്പോൾ അത് സത്യമായിരിക്കുന്നു. പക്ഷെ അത് നമ്മെ സങ്കടപ്പെടുത്തുന്ന ഒന്നാണ്. എന്നാലും അത് സംഭവിച്ചിരിക്കുകയാണ്. അത് മലപ്പുറത്താണ് സംഭവിച്ചത്. ദാരുണമാണ് ആ സംഭവം. 5 കുട്ടികൾക്ക് ഉമ്മയില്ലാണ്ടായിരിക്കുന്നു. അതാണ് സത്യം. ഈ നവജാത ശിശു ജനിച്ച ആ കുട്ടിക്ക് പോലും ഉമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉമ്മയുടെ സ്നേഹം കിട്ടാതെയാണ് ഇനി ഈ 5 കുട്ടികളും വളരേണ്ടത്. നോക്കൂ, ഈ എത്ര ദാരുണമായൊരു സംഭവമാണ്. ഈ ആശാ വർക്കർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ഈ താജുദ്ദീൻ്റെ വീട്ടിലെത്തിയ അസ്മയെ കാണാൻ ശ്രമിച്ചപ്പോൾ താജുദ്ദീൻ തടയുകയും ഒപ്പം ഗർഭിണിയല്ല, ഭാര്യ ഗർഭിണിയല്ല എന്നവരോട് പറയുകയും ചെയ്തു. ഇതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ മലപ്പുറം എന്ന് പറയുന്ന ആ പ്രദേശം ഇന്ന് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അത് വെള്ളാപ്പള്ളിയുടെ പരാമർശത്തോട് കൂടിയതാണ്. അതോടൊപ്പം നാം മറ്റൊരു ഇതിലെ രാഷ്ട്രീയം കാണേണ്ടത്, ഇത് 5ാമത്തെ കുട്ടിയാണ്. കുറച്ചു നാൾ മുൻപ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, മുസ്ലിം സംഘടനകളെല്ലാം കൂടെ ചെന്നൈയിൽ വണ്ടി പിടിച്ചു പോയിരുന്നു. എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ശിശുമരണ നിരക്കും ജനസംഖ്യാ നിരക്ക് വലിയ രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, നിയന്ത്രിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉത്തരേന്ത്യക്കാർ പ്രസവിക്കുകയല്ലേ, പെറ്റുകൂട്ടുകയാണ്, ഞങ്ങൾക്ക് എന്താ സീറ്റ് കുറയുന്നതെന്ന് ചോദിച്ചെടുത്താണ് നാം ഈ 5ന്റെ കണക്ക് പറയുന്നത്. അത് ഓർക്കുക. പക്ഷെ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ആ സ്ത്രീയുടെ പേര് അസ്മ എന്നാണ്. ആശുപത്രിയിൽ എത്തിക്കാൻ ആ സ്ത്രീ ഉൾപ്പെടെ വലിയ രീതിയിൽ കരഞ്ഞു വിളിച്ചിട്ട് പോലും ഈ മതപണ്ഡിതനായ താജുദ്ദീൻ എത്തിച്ചിട്ട് തയ്യാറായില്ല. ഇവർ പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശിയാണ് അസ്മ. ഈ ഭർത്താവ് താജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയാണെന്നാണ് പറയുന്നത്. ഇവർ മലപ്പുറത്ത് ചക്കിട്ടപ്പാറയിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. 35 വയസ്സുകാരിയാണ് അസ്മ. പറഞ്ഞോളൂ. ആ രീതിയിൽ എന്തായാലും ആ സ്ത്രീ വലിയ രീതിയിൽ കരഞ്ഞു വിളിച്ചിട്ടും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തുടർച്ചയായി തന്നെ മലപ്പുറത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. മലപ്പുറം, കാസർഗോഡ് മേഖലകളിൽ വീട്ടിൽ തന്നെ പ്രസവിക്കണമെന്ന മത നിയമപ്രകാരമുള്ള ആ മതചിന്തയിൽ വിശ്വസിക്കുന്നവർ ആ തിട്ടൂരം വയ്ക്കുകയാണ് സ്ത്രീകളെ. അവരെ അത് പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മെ ആശങ്കപ്പെടുത്തുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ ആദ്യം തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവാർഡ് വാങ്ങാൻ വന്നവരിൽ വിദ്യാഭ്യാസം നേടിയവർ പോലും അവരെ പോലും ഈ മത നിയമങ്ങൾ പഠിപ്പിച്ച് അവരെ പോലും നിങ്ങൾ ആശുപത്രിയിൽ ചികിത്സിക്കേണ്ട, നിങ്ങൾ പ്രസവിക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോ മനുഷ്യജീവനും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടേത്. പണ്ട് കേട്ടിട്ടുള്ളത് ഇസ്രയേലിനല്ല ആ രീതിയിൽ ഓരോ ജീവനും വലിയ വില. അവർ തീർച്ചയായിട്ടും അവരുടെ ആ വംശ പരമ്പര നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നമുക്കറിയാം, രാഷ്ട്രീയപരമായി എല്ലാ പാർട്ടികളെ എതിർക്കുമ്പോഴും ആരോഗ്യ മേഖലയിൽ നാം പല തിരിച്ചടികൾ ഉണ്ടെങ്കിലും എല്ലാ മേഖലയിലും കോൺഷ്യസ് ആണ് ആരോഗ്യത്തെക്കുറിച്ച്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധമുണ്ട്. കാരണം ഈ കണക്കെടുത്ത് നോക്കുമ്പോൾ ഈ
ആയുർദൈർഘ്യം കൂടിയ ഒരു സംസ്ഥാനമാണ് കേരളം. ജനന ശിശുമരണ നിരക്ക് വളരെ കുറഞ്ഞ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ പ്രസവത്തിൽ സ്ത്രീകൾ മരിക്കുന്നതിന്റെ എണ്ണവും വളരെ വളരെ കുറവാണ് കേരളത്തിൽ. മറ്റൊരു സംസ്ഥാനത്തിനും ആ നേട്ടം അവകാശപ്പെടാനില്ല എന്നും കൂടി നമ്മൾ അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. അല്ല, അന്ന് തന്നെ നാം ചർച്ച ചെയ്തിരുന്നു, ഇത് സർക്കാർ ഇടപെടുക, മതസംഘടനകൾ ഇടപെടുക, അല്ലെങ്കിൽ ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് 2 ആഴ്ച മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇത് എന്തായാലും അസ്വാഭാവിക മരണത്തിന്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സ്ത്രീക്ക് വീട്ടിൽ വെച്ച് അക്യുപഞ്ചർ ചികിത്സാ രീതിയാണ് നൽകിയത് അത്രേ. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാനും വർഷം മുമ്പാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നേമത്തിനടുത്ത് ഒരു സ്ത്രീ ഇതുപോലെ അക്യുപഞ്ചർ ചികിത്സ കൊടുത്ത് മരിച്ച സംഭവം ഉണ്ടായി. അത് കേസെടുത്ത് ഭർത്താവ് അറസ്റ്റിലൊക്കെയായി. അതോടൊപ്പം തന്നെ വീണ്ടും ഈ അക്യുപഞ്ചർ ചികിത്സ ഇവിടെ വില്ലനായിരിക്കുകയാണ്. അതായത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ പ്രസവത്തിന് ശേഷം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അക്യുപഞ്ചർ ചികിത്സയാണ് അത്രയും നൽകിയത്. എന്ത് പറയാനാണ് ഇതിനെക്കുറിച്ച്? അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ കേരളത്തിലൊരു പ്രമുഖ മാധ്യമം ഒരു വാർത്ത നൽകി വലിയ രീതിയിൽ കരയുന്നത് കണ്ടു എന്ന് കണ്ടിരിക്കും. ഈ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയും കൂടെ, ഒരു കുഞ്ഞും കൂടെ വന്ന് ഈ കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല, കാരണം ഇത് വീട്ടിലാണ് പ്രസവിച്ചത്. ഹോസ്പിറ്റലിൽ അല്ലെ, ഹോസ്പിറ്റലിൽ പോയപ്പോ പറഞ്ഞു ഇത് എവിടെയാണ്, ഹോസ്പിറ്റലിലല്ല വീട്ടിലാണ് പ്രസവിച്ചത്. അങ്ങനെ മലബാർ ഏരിയയിൽ വലിയ രീതിയിൽ വീട്ടിനുള്ളിൽ പ്രസവം നടക്കുന്നു. അത് നമ്മുടെ ആരോഗ്യ മേഖലയാണ് തകർക്കുന്നത്. കേരളത്തിനെ അപമാനിക്കുന്നതിന് ശിശുമരണ നിരക്ക് വീണ്ടും കൂടും. അതുപോലെ ഈ പ്രസവത്തിൽ സ്ത്രീകൾ മരിക്കുന്നതിൻ്റെ നിരക്കും വളരെ കൂടാൻ പോവുകയാണ്. ഇത്തരം വലിയ അപകടങ്ങൾ നമ്മളെ ഇങ്ങനെ തുറന്ന് നിൽക്കുകയാണ് നമ്മുടെ സമൂഹത്തിന് നേരെ. ഇതൊരു വലിയ ദോഷം തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്യാനുള്ളത്, പിണറായി വിജയൻ ചെന്നൈയിൽ വണ്ടി പിടിച്ചു പോയത് നേരെ അത് മലപ്പുറത്തേക്കോ അല്ലെ കോഴിക്കോടേക്കോ പോവുക, ഇതിലൊരു വ്യക്തത വരുത്തുക. അല്ലാതെ ഞങ്ങൾ ജനന നിരക്ക് കുറച്ചു അല്ലെ, അതുകൊണ്ട് അല്ലാതെ അത് ഉത്തരേന്ത്യ തെറി വിളിക്കുമ്പോൾ ഇത് 5ന്റെ കണക്കാണ് പുറത്തു വരുന്നത്. അതെ അതെ, ഇവിടെ 5ാമത്തെ പ്രസവത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ മതപരമായ കടുത്ത പ്രബോധനം ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള, കുറച്ച് നാളുകളായി തന്നെ കേരളത്തിൽ ഈ മതവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അമിതമായ, കാരണം നാം എന്തെല്ലാം പറയുമ്പോഴും നമുക്ക് മതവിശ്വാസങ്ങൾ ഉണ്ടെങ്കിലും നവോത്ഥാന കേരളത്തിൽ അങ്ങനെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊന്നും അങ്ങനെ അമിതമായിരുന്നില്ല. ഇപ്പോൾ തുടർച്ചയായി തന്നെ അത് ഉണ്ടായി. ഇത്തരം വാർത്തകൾ പുറത്തു വരികയാണ്. ഇതുപോലെ ചികിത്സ കൊടുക്കാതെ, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ, വീട്ടിൽ വെച്ച് അവരുടേതായ ഈ എന്താ പറയണ്ടേ മതപരമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ചേർത്ത് ചെയ്യുന്ന, അത് എല്ലാ മതവിഭാഗങ്ങളിലും ഇതുണ്ട്. വളരെ ചെറിയൊരു അംശമാണെങ്കിലും അതുണ്ട് എന്നുള്ള സത്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇതിനെ കൃത്യമായിട്ട് നിയമം കൊണ്ട് നേരിടേണ്ടിയിരിക്കുന്നു. അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഉണ്ടെങ്കിലും അവാർഡ് കൊടുക്കുന്നത് ഒരു മതം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പൊ കോഴിക്കോട് വെച്ച് ഈ അവാർഡ് കൊടുത്തത് ഒരു വലിയ വാർത്തയായിരുന്നു 2 ആഴ്ച മുമ്പേ. ഈ ശരിയാണ്, ഗർഭവും പ്രസവവും ഒന്നും ഒരു രോഗമല്ല. നമുക്ക് പലപ്പോഴും അറിയാം, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ആംബുലൻസിൽ പ്രസവിച്ച സംഭവങ്ങളുണ്ട്. അതുപോലെ ഈ ആദിവാസി ഊരുകളിൽ താമസിക്കുന്നവരെ ഇതുപോലെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് അവർ പ്രസവിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അത് പ്രസവം ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. കുട്ടി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷെ അതിന് നമ്മൾ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത്, അതിന് കൃത്യമായ ശുശ്രൂഷകളെല്ലാം ചെയ്ത്, അതൊരു ആശുപത്രിയിൽ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിലാവുമ്പോൾ, അതിനാണല്ലോ നമ്മൾ ഗൈനക്കോളജി എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ മനുഷ്യരുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ, അതൊക്കെ ചെയ്തല്ലേ ഇതിന് ഈ അമ്മയും കുഞ്ഞിനെയും സുരക്ഷിതമായിട്ട് അവരെ ആരോഗ്യത്തോടു കൂടി നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അതിന് പകരം ഈ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ മതനിയമങ്ങൾ പിന്തുടർന്ന് ഈ അപകടം ഉണ്ടാക്കി വെക്കുകയാണോ ചെയ്യുന്നത്? പാവപ്പെട്ട 5 കുട്ടികൾക്ക് അമ്മയില്ലാത്ത, ഉമ്മയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഇതാണോ സാക്ഷര കേരളത്തിന് വേണ്ടത്? ഈ 35-കാരിയായ യുവതിയെ കൊലയ്ക്ക് കൊടുത്ത ആ മതപണ്ഡിതൻ ഈ കുട്ടിയുമായി, ഈ മരിച്ച ആ സ്ത്രീയുമായും ബാക്കി 5 കുട്ടികളുമായി പെരുമ്പാവൂരിൽ ഈ സ്ത്രീയുടെ വീട്ടിൽ വന്നു. അപ്പോഴേക്കും അവരെയാണ് ഇതിൽ പ്രശംസിക്കാനുള്ളത്. ഈ മതപണ്ഡിതൻ ഉൾപ്പെടെയുള്ളവരെ, അവർ മതത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരിക്കുമല്ലോ, അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുവാനും ഈ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനും, മരിച്ച ശേഷമായാലും പോസ്റ്റ്മോർട്ടത്തിനും മറ്റു ആ കുട്ടിയുടെ ചികിത്സയ്ക്കുമെല്ലാം ആശുപത്രിയിൽ എത്തിച്ചത് അവർക്ക് പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മതം പറഞ്ഞ് ഇത്രയും
അല്ലെ ഈ ഇതെല്ലാം എന്ന് പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നിന്ന് അല്ലെ ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളെ തുറന്നു കാട്ടാൻ എന്തായാലും ആ കുടുംബത്തിന് കഴിഞ്ഞിട്ട് ആ കുടുംബം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം. ആ പ്രതിക്ക് ആ മതപണ്ഡിതന് കൃത്യമായി തന്നെ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. എന്നാലേ ഈ സമൂഹത്തിനൊരു സന്ദേശമായി മാറുകയുള്ളൂ.